Hi students, we are discussing the Calculus textbook by Anton, 10th edition, which is a prescribed text for core mathematics for BSc Mathematics and complementary mathematics for BSc Chemistry and BSc Physics. നമ്മൾ ലാസ്റ്റ് വീഡിയോയിലൊക്കെ 5th ചാപ്റ്റർ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തതായിട്ട് 5.6 വർക്കാണ്, അവളുടെ ഇക്വേഷൻ ആണ് എഫ് ഡോട്ട് ഡി. ഇഫ് എ കോൺസ്റ്റന്റ് ഫോഴ്സ് ഓഫ് മാഗ്നിറ്റ്യൂഡ് എഫ് ഈസ് അപ്ലൈഡ് ഇൻ ദ ഡിറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ആൻഡ് ഇഫ് ദാറ്റ് ഒബ്ജക്റ്റ് മൂവ്സ് എ ഡിസ്റ്റൻസ് ഡി ദെൻ വർക്ക് ഡൺ ഡബ്ല്യു ഈക്വൽ എഫ് ഡോട്ട് ഡി. അതായത് ഫോഴ്സ് ഡിസ്റ്റൻസ് അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് ആണ് വർക്ക് എന്ന് ഓർക്കുക. ഫോഴ്സിൻ്റെ യൂണിറ്റ് സ്റ്റാൻഡേർഡ് യൂണിറ്റ് ന്യൂട്ടനാണ്, വർക്കിൻ്റെ ജൂളാണ്. ആ കാര്യം ഓർക്കുക. പിന്നെ ഇവിടെ ടെക്സ്റ്റ് ബുക്കിൽ പല യൂണിറ്റും എൽ ബി എഫ് ടി ഒക്കെ ഉണ്ട്. അതെന്താണെന്ന് നോക്കാം. 1 എൽ ബി ഈക്വൽ 4.45 ന്യൂട്ടനാണ്. നമുക്ക് എക്സാമ്പിൾ 1 നോക്കാം. ആൻ ഒബ്ജക്റ്റ് മൂവ്സ് 5 feet along a line while subjected to a constant force of 100 lb in its direction of motion. The work done is, അപ്പോൾ എഫ് ആ ഫോഴ്സ് ആണ് തന്നേക്കുന്നത് 100 lb, ഡിസ്റ്റൻസ് ആണ് 5 feet. അപ്പോൾ 100.5 എഫ് ഡോട്ട് ഡി, അതായത് 100 into 5 500 feet lb ആണ്. ഇനി an object moves 25 meter along a line while subjected to a constant force of 4 Newton. അപ്പോൾ എന്താ വർക്ക് ഡൺ എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. 4 into 25 100 ന്യൂട്ടൺ മീറ്റർ ആണ്. 100 ന്യൂട്ടൺ മീറ്റർ എന്ന് വെച്ചാൽ 100 ജൂളാണ്. ന്യൂട്ടനും മീറ്ററും വരുമ്പോൾ ജൂളാണ്, അത് ഓർക്ക്. നെക്സ്റ്റ് ഈസ് ആൻ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ. In the 1976 Olympics, Vasily Alexeyev astounded the world by lifting a record-breaking 562 lb from the floor to above his head, about 2 meters. Equally astounding was the feat of strongman Paul Anderson, who in 1957 braced himself on the floor and used his back to lift 6,270 lb of lead and automobile parts a distance of 1 centimeter. Who did more work? അതായത് ആദ്യത്തെ ആള് 562 lb 2 മീറ്റർ എബോ കൊണ്ടുപോയി. രണ്ടാമത്തെ ആള് 6,270 lb 1 സെൻറ്റിമീറ്റർ പോയി. ആരാണ് കൂടുതൽ വർക്ക്? അപ്പോൾ വർക്ക് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. ആദ്യത്തെ ആളുടെ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ചെയ്യുമ്പം രണ്ടുപേരുടെ യൂണിറ്റ് എൽ ബിയിലാണ്. ഇവിടെ 1 മീറ്ററിൽ 1 സെൻറ്റിമീറ്ററാണ്. അപ്പം ഈ 1 സെൻറ്റിമീറ്റർ എന്ന് വെച്ചാൽ 1/100, അതായത് 0.01 മീറ്ററാണ്. അങ്ങനെ അത് ഇൻറ്റു ചെയ്യുമ്പോൾ 562 into 2 ആണ് ആദ്യത്തെ. അപ്പോൾ നമ്മൾ അതിനെ സ്റ്റാൻഡേർഡ് ഫോമിൽ ന്യൂട്ടണിലാക്കാൻ വേണ്ടി എന്തോ ചെയ്യേണ്ടതെന്നാണ് മുമ്പ് പറഞ്ഞേ. 4.45 കൊണ്ട് കണ്ടോ, 4.45 കൊണ്ട് ഇൻറ്റു ചെയ്താൽ മതി. അതാണ് ഇവിടെ ആദ്യം ചേക്കുന്നത്. 562 lb എന്ന് വെച്ചാൽ 562 into 4.45 ഈക്വൽ ടു 2500 ന്യൂട്ടൺ. രണ്ടാമത്തത് 6,270 4.45 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോൾ 27,900 ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ ഫോഴ്സ് കിട്ടി. അതിനെ ഡിസ്റ്റൻസ് കൊണ്ട് ആദ്യത്തെ ആൾ 2 മീറ്റർ, അപ്പോൾ 2500 into 2 5000 ജൂള്. രണ്ടാമത്തെ ആളെന്തുവാ 27,900, അതിനെ 1 സെൻറ്റിമീറ്റർ, അതായത് 0.01 മീറ്റർ കൊണ്ട് ചെയ്യുമ്പോൾ 279 ജൂൾ. ആരെ കൂടുതൽ വർക്ക് ചെയ്ത് 5000 ജൂൾ. അലക്സീവ് ആണ്. അങ്ങനെയാണ് അദ്ദേഹം ലിഫ്റ്റ് അത് ബ്രേക്ക് ചെയ്തത്. ഓക്കെ. Work done by a variable force applied in the direction of motion. Problem. Suppose that an object moves in the positive direction along a coordinate line
while subjected to a variable force f of x that is applied in the distance of motion. Define what is meant by work W performed by the force on the object as the object moves from x equal to a to x equal to b and find a formula for computing the work. ഇതാണ് മെയിൻ പ്രോബ്ലം, വർക്ക് കണ്ടുപിടിക്കാനുള്ളത്. അപ്പം ഡെഫിനിഷൻ നോക്കിക്കേ. Suppose that an object moves in the positive direction along a coordinate line over the interval closed interval AB while subjected to a variable force f of x that is applied in the direction of motion. Then work done W is equal to integral a to b f of x dx. അപ്പം വർക്ക് ഡൺ ഫോഴ്സും ഡിസ്റ്റൻസും തരുവാണെങ്കിൽ അത് ഇൻറ്റു ചെയ്താൽ മതി. ഇനിയും ഒരു ഇൻ്റർവെല്ലായിട്ട് തരികയാണെങ്കിൽ നമ്മൾ ഇൻ്റഗ്രേറ്റ് ആണ് ചെയ്യുന്നത്. ഇൻ്റഗ്രൽ എ ടു ബി എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അടുത്ത ഹൂക്സ് ലോ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിച്ചേക്കാം. ഹൂക്സ് ലോ സ്റ്റേറ്റ്സ് ദാറ്റ് അണ്ടർ അപ്രോപ്രിയേറ്റ് കണ്ടീഷൻസ് എ സ്പ്രിങ് ദാറ്റ് ഈസ് സ്ട്രെച്ച്ഡ് എക്സ് യൂണിറ്റ്സ് ബിയോണ്ട് ഇറ്റ്സ് നാച്ചുറൽ ലെങ്ത് pulls back with a force f of x is equal to kx where k is a constant. അതിനെ സ്പ്രിംഗ് കോൺസ്റ്റന്റ് അഥവാ സ്പ്രിംഗ് സ്റ്റിഫ്നെസ് എന്നാണ് വിളിക്കുന്നത്. The value of k depends on such factors as the thickness of the spring and the material used in its composition. k എന്ന് പറയുന്നത് f of x by x ആയതുകൊണ്ട് k യുടെ യൂണിറ്റ് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. ഇപ്പോൾ ഹുക്സ് ലോ എന്ന് വെച്ചാൽ അണ്ടർ അപ്രോപ്രിയേറ്റ് കണ്ടീഷൻ എ സ്പ്രിങ് ഈസ് സ്ട്രെച്ച്ഡ് എക്സ് യൂണിറ്റ്സ് ബിയോണ്ട് ഇറ്റ്സ് നാച്ചുറൽ ലെങ്ത് പുൾസ് ബാക്ക് വിത്ത് എ ഫോഴ്സ് എഫ് ഓഫ് എക്സ് ഈസ് ഇക്വൽ ടു കെ എക്സ് വെയർ കെ ഈസ് എ കോൺസ്റ്റന്റ് കോൾഡ് സ്പ്രിങ് കോൺസ്റ്റന്റ്. നെക്സ്റ്റ് എക്സാമ്പിൾ, എ സ്പ്രിങ് എക്സേർട്സ് എ ഫോഴ്സ് ഓഫ് 5 Newton when stretched 1 meter beyond its natural length. Find its spring constant k. How much work is required to stretch the spring 1.8 meter beyond its natural length? ഇപ്പോൾ ഫോഴ്സ് 5 Newton, ഡിസ്റ്റൻസ് 1 meter തന്നിട്ടുണ്ട്. സ്പ്രിംഗ് കോൺസ്റ്റന്റ് ആണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഹുക്സ് ലോ അനുസരിച്ച് എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് കെ എക്സ് ആണ്. എഫ് ഓഫ് എക്സ് ഫോഴ്സ് ഇവിടെ തന്നത് 5 Newton, എക്സ് ഡിസ്റ്റൻസ് 1 ആണ്. അപ്പോൾ കെ എന്ന് വെച്ചാൽ എഫ് ബൈ എക്സ് ആണ്. അപ്പോൾ 5/1 5 ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ ഫങ്ഷൻ ഓഫ് എക്സ് ആയിട്ട് എഴുതുമ്പോൾ നോക്കിക്കേ, 5 ഈക്വൽ ടു കെ ഇൻറ്റു 1. അപ്പോൾ കെ എന്ന് വെച്ചാൽ 5 എന്ന് കിട്ടി. അപ്പോൾ എഫ് ഓഫ് എക്സിന് എന്താ പറയാം, 5x എന്ന് പറയാം. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വർക്ക് ഡൺ 1.8 മീറ്ററിൻ്റെ ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ എ ടു ബി, അപ്പോൾ 0 തൊട്ട് 1.8 വരെ ലിമിറ്റ് കൊടുക്കാം. ഇൻ്റഗ്രൽ 0 to 1.8 5x dx. ഇതിൻ്റെ ആൻസർ 8.1 ജൂളാണ്. ഓക്കെ. An astronaut's weight is the force exerted on the astronaut by the Earth's gravity. As the astronaut moves upward in the space, the gravitational pull of the Earth decreases, and hence so does his or her weight. If the Earth is assumed to be a sphere of radius 4000 mi, then it follows from the Newton's law of universal gravitation that an astronaut who weighs 150 lb on Earth will have a weight of W of x equal to 400,000,000 by x square lb, where x greater than or equal to 4000 at a distance of x miles from the Earth center. Use this formula to estimate the work in foot-pounds required to lift the astronaut 220 miles upward to the International Space Station. ചെയ്തേക്കുന്നത്, Earth has a radius of 4000 mi. The astronaut is lifted from a point that is 4000 mi from the Earth center to a point that is 4220 meter from the Earth center. അപ്പം ഡബ്ല്യുവിൻ്റെ ഇക്വേഷൻ ഇൻ്റഗ്രൽ എ ടു ബി 2400,000,000 by x square dx. അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുന്നു.
Calculating work from basic principles. 5.6.4 ഈ ഫിഗർ അനുസരിച്ച് ഒരു കോണിനകത്ത് വാട്ടർ. അപ്പോൾ നോക്കിയേ, ഇൻ ദിസ് ഫിഗർ എ കോണിക്കൽ കണ്ടെയ്നർ ഓഫ് റേഡിയസ് 10 feet ആൻഡ് ഹൈറ്റ് 30 feet. Suppose that its container is filled with water to a deep of 15 feet. How much work is required to pump all of the water out through a hole in the top of the container? അപ്പോൾ അതിൻ്റെ മീനിങ്, ഒരു കോണിക്കൽ കണ്ടെയ്നർ ഉണ്ട്, അതിന് 10 feet റേഡിയസ്, 30 feet ഹൈറ്റ്. ഇനി കണ്ടെയ്നറിനകത്ത് വാട്ടർ 50 feet ഡെപ്തിൽ വാട്ടർ ഉണ്ട്. ഹൗ മച്ച് വർക്ക് ഈസ് റിക്വയർഡ് ടു പമ്പ് ഓൾ ഓഫ് ദ വാട്ടർ ഔട്ട്? വാട്ടർ മൊത്തം അതിൽ നിന്ന് കളയാൻ, ഒരു ഹോളിൽ കൂടെ കളയാൻ എത്ര വർക്ക് ചെയ്യണം? അതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പം ഇവിടെ ചെയ്തേക്കുന്നത്, അവർ സ്ട്രാറ്റജി വിൽ ബി to divide the water into thin layers, approximate the work required to move each layer on the top of the container and add this to obtain Riemann sum and take the limit. അപ്പോൾ WK approximate equal to f of k xk star, RK by xk star എന്ന് വെച്ചാൽ 10/30 1/3 ആണ്. പൈ ആർ കെ സ്ക്വയർ ഡെൽറ്റ എക്സ് കെ എന്ന് പറയുന്നത് π/9 എക്സ് കെ സ്റ്റാർ സ്ക്വയർ ഡെൽറ്റ എക്സ് കെ ആണ്. എഫ് കെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, അതേപോലെ തന്നെ ഡബ്ല്യു കെ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു, ഡബ്ല്യു എന്ന് വെച്ചാൽ സിഗ്മ ഡബ്ല്യു കെ ആണ്. അത് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ 15 to 30 62.4 π/9 എക്സ് ക്യൂബ് ഡി എക്സ് ആണ് കിട്ടുന്നത്. Work energy relation, Newton's second law of motion, F equal ma. If an object with the mass m is subjected to a force F, then the object undergoes an acceleration a that satisfies F equal ma. W അത് വെച്ച് ചെയ്യുമ്പോൾ W ഒരു ഇക്വേഷൻ ആണ്. W is equal to half m vf square minus ഹാഫ് എം വി ഐ സ്ക്വയർ. അതായത് ഹാഫ് എം വി സ്ക്വയർ ഫ്രം ഇറ്റ്സ് ഇനിഷ്യൽ വാല്യൂ ടു ഫൈനൽ വാല്യൂ. വർക്ക് എനർജി റിലേഷൻ ആണ്. എനർജി ഓഫ് മോഷൻ, കൈനറ്റിക് എനർജിയുടെ ഇക്വേഷൻ ആണ്. കെ ഈക്വൽ ഹാഫ് എം വി സ്ക്വയർ. V1 വി എഫും വി ഐയും അതിന് ലിമിറ്റാണ്. ഓക്കെ, a space probe of mass m equal 5 × 10⁴ kg travels in deep space subjected only to the force of its own engine. Starting at a time when the speed of the probe is v equal 1.1 × 10⁴ meter per second, the engine is fired continuously over the distance of 2.5 × 10⁶ meter with a constant force of 4 × 10⁵ Newton in the direction of motion. What is the final speed of the probe? ഫൈനൽ സ്പീഡാണ് ചോദിച്ചേക്കുന്നത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? ഫോഴ്സും ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്, മാസ് തന്നിട്ടുണ്ട്, പിന്നെ സ്റ്റാർട്ടിങ്ങിലുള്ള സ്പീഡും തന്നിട്ടുണ്ട്. അപ്പം വർക്ക് അതേ കണ്ടെടുക്കും. വർക്ക് എന്ന് വെച്ചാൽ ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. 4 × 10⁵ അതാണ് ഫോഴ്സ്. ഡിസ്റ്റൻസ് എന്തുവാ? 2.5 × 10⁶. അത് കഴിയുമ്പോൾ 1 × 10⁻12 ജൂളെന്ന് കിട്ടും. കൈനറ്റിക് എനർജി കെ എഫ് എന്ന് പറയുന്നത് ഹാഫ് എം വി എഫ് സ്ക്വയർ ആണ്. കെ ഐ എന്ന് പറയുന്നത് ഹാഫ് എം വി ഐ സ്ക്വയറുമാണ്. കെ എഫ് എന്ന് വെച്ചാൽ ഡബ്ല്യു പ്ലസ് കെ ഐ ആണ്. അപ്പോൾ കെ എഫ് എന്ന് വെച്ചാൽ എന്താണ്? മുമ്പത്തെ വാല്യൂ. അത് ചെയ്യുമ്പോൾ 4.025 × 10⁻12 ജൂളാണ്. ഫൈനൽ കൈനറ്റിക് എനർജി ഹാഫ് എം വി എഫ് സ്ക്വയർ ആണ്. അപ്പം വി എഫ് ഫൈനൽ സ്പീഡാണ് ചോദിച്ചേക്കുന്നത്. ബി എഫ് എന്ന് പറയുന്നത് അതിൽ നിന്ന് എന്തോ കിട്ടും?
റൂട്ട് ഓഫ് 2kf/m വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആൻസർ കിട്ടും. ഇങ്ങനെയാണ് അത് ചെയ്യുന്നത്. വർക്ക് ഡൺ അങ്ങനെയാണ്. മൊമെന്റ്സ്, സെന്റേഴ്സ് ഓഫ് ഗ്രാവിറ്റി, സെൻട്രോയിഡ്സ്. Let us consider an idealized flat object that is thin enough to be viewed as a two-dimensional plane region. Such an object is called lamina. A lamina is called homogeneous if its composition is uniform throughout and inhomogeneous otherwise. അപ്പോൾ ലാമിന എന്താണ്? ഹോമോജീനിയസ് ലാമിന. ഇൻഹോമോജീനിയസ് ലാമിന എന്താണ്? The density of a homogeneous lamina is defined to be mass per unit area. അപ്പോൾ ഡെൻസിറ്റി ഡെൽറ്റ എന്ന് പറയുന്നത് m/a ആണ്, മാസ് ബൈ ഏരിയ. അപ്പം മാസ് എന്ന് വെച്ചാൽ എന്തുവാ? ഡെൽറ്റ ഇൻറ്റു എ ആണെന്ന് ഓർക്കുക. ക്വസ്റ്റ്യൻ: എ ട്രയാങ്കുലർ ലാമിന വിത്ത് വെർട്ടീസസ് 0, 0, 0, 1, 1, 0 ഹാസ് ഡെൻസിറ്റി ഡെൽറ്റ ഈക്വൽ 3. ഫൈൻഡ് ഇറ്റ്സ് ടോട്ടൽ മാസ്. അപ്പോൾ മാസിൻ്റെ ഇക്വേഷൻ m ഈസ് ഇക്വൽ ടു എന്താണ്? ഡെൽറ്റ ഇൻറ്റു എ. ഡെൽറ്റ തന്നിട്ടുണ്ട് ഇവിടെ 3 ആണ്. എ എന്ന് വെച്ചാൽ ഏരിയ ഓഫ് ദ റീജിയൻ. ഇത് ട്രയാങ്കിൾ ആണ്, അതിൻ്റെ രണ്ട് സൈഡ് 1 ആണ്. അപ്പോൾ ഹാഫ് ബി എച്ച് ചെയ്യുമ്പോൾ ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു 1 ഹാഫ് എന്ന് കിട്ടും. അപ്പോൾ 3 ഇൻറ്റു ഹാഫ് 3/2 എന്ന് ആൻസർ പറയാം. നെക്സ്റ്റ്, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് എ ലാമിന. ഇപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്താണ്? Assume that the acceleration due to the force of gravity is constant and acts downward. Suppose that a lamina occupies a region R in the horizontal xy plane. It can be shown that there exists a unique point x bar y bar which may or may not belong to R, such that the effect of gravity on the lamina is equivalent to that of the single force acting at the point. This point is called the center of gravity of the lamina. അപ്പോൾ ആ പ്രോബ്ലം നോക്കിക്കേ. Let f be a positive continuous function on the interval closed interval AB. Suppose that a homogeneous lamina with constant density delta occupies a region R in a horizontal xy plane bounded by the graphs of y equal f of x, y equals 0, x equal a, x equal to b. Find the coordinates x bar y bar of the center of gravity of the lamina. Center of gravity കണ്ടുപിടിക്കാനുള്ള പ്രോബ്ലം ആണ്. Moment of m about x equal to a is m into x minus a ആണ്. x minus a നമ്മൾ ലിവർ ആം എന്ന് വിളിക്കുന്നു. നോക്കിക്കേ. Depending on whether the sum of the moments about A is positive, negative or 0, a weightless beam along the axis will rotate clockwise about A, rotate counterclockwise about A, or balance perfectly. In the last case, the system of masses is said to be equilibrium. അതായത് സം ഓഫ് ദ മൊമെൻറ്റ്സ് 0 ആകുമ്പോൾ ബാലൻസ് പെർഫെക്റ്റ്ലി ആണ്. അതിനെയാണ് ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. m into x minus a, moment of m about x equal to a. m into y minus c, moment of m about y equal to c എന്ന് വിളിക്കാം. ഇപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എക്സ് ബാർ വൈ ബാർ ഓഫ് എ ലാമിന കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ്. എക്സ് ബാർ എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ എ ടു ബി ഡെൽറ്റ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ബൈ ഇൻ്റഗ്രൽ എ ടു ബി ഡെൽറ്റ എഫ് ഓഫ് എക്സ് ഡി എക്സ്. അപ്പോൾ ഇവിടെ ഒരു എക്സ് ഉണ്ട് എക്സ്ട്രാ, ബാക്കിയെല്ലാം സെയിം ആണ്. വൈ ബാർ ആകുമ്പോൾ എന്താ? ഇൻ്റഗ്രൽ എ ടു ബി ഹാഫ് ഡെൽറ്റ എഫ് എക്സ് സ്ക്വയർ ഡി എക്സ് ബൈ ഇൻ്റഗ്രൽ എ ടു ബി ഡെൽറ്റ എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇത് തമ്മിൽ കുറച്ച് വ്യത്യാസമുണ്ട്. ആദ്യത്തെയാണ് കുറച്ചുകൂടെ എളുപ്പം. രണ്ടും പഠിക്കുക. The numerator in the formula for x bar is denoted by my
called first moments of the lamina about y-axis. Numerator mx first moment of the lamina about x-axis ആണ്. അപ്പോൾ എക്സ് ബാർ എന്ന് വെച്ചാൽ my/m അതായത് 1 mass of r into integral a to b delta x f of x dx and y bar equal mx/m ആണ് 1 mass integral a to b half delta f of square dx. അപ്പോൾ മുമ്പത്തെ ക്വസ്റ്റ്യൻ തന്നെ അതിൻ്റെ സെൻറ്റർ ഓഫ് മാസ്, അതായത് മുമ്പേ തന്ന ട്രയാങ്കിൾ 0 0 0 1 1 0 ഡെൽറ്റ 3 ആണ്, അതിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ആണ് ചോദിച്ചേക്കുന്നത്. അതിൻ്റെ മാസ് അവിടെ നമ്മൾ കണ്ടുപിടിച്ചു 3/2. അപ്പോൾ എം വൈ എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ 0 to 1 ഡെൽറ്റ എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. ഇപ്പോൾ ഡെൽറ്റ എന്താണ് 3x, എഫ് ഓഫ് എക്സ് എന്താണ് എഫ് ഓഫ് എക്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ഇക്വേഷൻ, ആ ലൈനിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. -x + 1 എന്ന് കിട്ടി, അത് വെച്ച് ഹാഫ് എന്ന് കിട്ടി. ഈ മൊമെൻറ്റ് എബൌട്ട് എക്സ് ആക്സിസ് ചെയ്യുന്നു mx, അത് കിട്ടുന്നു. അപ്പോൾ എക്സ് ബാർ എന്ന് വെച്ചാൽ my/m, y ബാർ എന്ന് വെച്ചാൽ mx/m ആണ്. തിരിഞ്ഞും മറിഞ്ഞിരിക്കുകയാണ്, ആ കാര്യം ഓർക്കുക. അപ്പോൾ ആദ്യത്തെ 1/3, രണ്ടാമത്തെ 1/3. അപ്പോൾ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ 1/3 ആണ്, അത് പഠിച്ചോണം. എക്സ് ബാർ എന്ന് വെച്ചാൽ my/m ആണ്, y ബാർ എന്ന് വെച്ചാൽ mx/m ആണ്. അത് വെച്ച് ചെയ്യാനുള്ള പ്രോബ്ലംസ് 2-3 പ്രാവശ്യം കണ്ടുപിടിക്കുക, ചെയ്ത് പഠിക്കുക. സെൻട്രോയിഡ് ഓഫ് എ റീജിയൻ എക്സ് ബാർ എന്ന് പറയുന്നത് മുമ്പേ കണ്ട ഇക്വേഷൻ ഇൻ്റഗ്രൽ a to b എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇൻ്റഗ്രൽ a to b എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അതായത് 1/area of r ഇൻ്റഗ്രൽ a to b എക്സ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണ്. അതേപോലെ തന്നെ ഇവിടെ y ബാർ എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ a to b ഹാഫ് എഫ് ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് ഇൻ്റഗ്രൽ a to b എഫ് ഓഫ് എക്സ് ഡി എക്സ് ആണെങ്കിൽ 1/area ഇൻറ്റു ഇൻ്റഗ്രൽ a to b ഹാഫ് എഫ് ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. Find the centroid of the semicircular region. This semicircular region-ന്റെ centroid കണ്ടുപിടിക്കുക. അപ്പോൾ സിമെട്രി വെച്ചിട്ട് ഇതിൻ്റെ ഇത് എക്സ് ആക്സിസിലായിരിക്കും, എക്സ് ബാർ എന്ന് വെച്ചാൽ 0 ആയിരിക്കും. സിൻസ് y axis is obviously a line of balance. To find y bar, we have to first find the equation of the semicircle. y equal f of x equal root of a square minus x square ആണ്. y ബാർ എന്ന് വെച്ചാൽ എന്തോ 1/area ഇൻ്റഗ്രൽ -a to a ഹാഫ് എഫ് ഓഫ് എക്സ് സ്ക്വയർ ഡി എക്സ് ആണ്. അപ്പോൾ ഏരിയ ഓഫ് ആർ എന്ന് വെച്ചാൽ സെമി സർക്കുലർ ഹാഫ് πa², അത് വെച്ചാണ് അത് ചെയ്തേക്കുന്നത് ആ ക്വസ്റ്റ്യൻ. ആൻസർ y ബാർ എന്ന് വെച്ചാൽ 4a/3π, എക്സ് ബാർ എന്ന് വെച്ചാൽ 0. അപ്പോൾ പോയിൻ്റ് ആയിട്ട് 0 4a/3π എന്ന് പറയാം. അതർ ടൈപ്സ് ഓഫ് റീജിയൻ എക്സ് ബാർ y ബാറിൻ്റെ 2 ഇക്വേഷനാണ്, ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇവിടെ എക്സ് ബാറിൻ്റെ ഇക്വേഷൻ, y ബാറിൻ്റെ ഇക്വേഷൻ എളുപ്പമാണ്, മറ്റേത് ചെയ്യാനേ ഉള്ളൂ, എന്നാലും ഒന്ന് നോക്കുക. നോട്ട് ദാറ്റ് ദ ഡെൻസിറ്റി ഓഫ് ദ ലാമിന ഡസ് നോട്ട് അപ്പിയർ ഇൻ ദ എക്സാം 10-11. reflects the fact that the centroid is a geometric property of R. Question ആണ്, find the centroid of the region R enclosed between the curve y equal x square and y equal x minus 6 x plus 6. അപ്പോൾ ആദ്യമേ ഗ്രാഫ് വരയ്ക്കുക, കർവ് പരാബോളയും ലൈനും, അതിൻ്റെ ഇടയ്ക്കുള്ള റീജിയൻ ഷെയ്ഡ് ചെയ്യുക. ഏരിയ ഓഫ് ആർ എന്ന് വെച്ചാൽ ഇൻ്റഗ്രൽ -2 to 3 x plus 6 minus x square dx ആണ്, 125/6 ആണ്. ഇനി 10 ഇക്വേഷൻ 10 11 എക്സ് ബാർ എന്ന് വെച്ചാൽ 1/area ഇൻ്റഗ്രൽ -2 to 3 x ഇൻറ്റു എക്സ് പ്ലസ് 6 മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ്. അത് വെച്ച് കഴിയുമ്പോൾ ഹാഫ് എന്നും y ബാർ വെച്ച് കഴിയുമ്പോൾ 4 എന്നും, അപ്പോൾ ഹാഫ് 4 ആണ് അവിടുത്തെ ആൻസർ. അത് 2-3 പ്രാവശ്യം ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് നോക്കണം, എന്നാലേ മനസ്സിലാകത്തു. എക്സ് ബാർ y ബാറിന് കുറേ ഇക്വേഷൻ. ഫൈൻഡ് ദ സെൻട്രോയിഡ് ഓഫ് ദ റീജിയൻ R enclosed between the curves y equal root x, y equal 1, y equal 2 and y axis. അപ്പോൾ ആദ്യമേ x equal y of y എന്ന് വിളിക്കുന്നു, y സ്ക്വയർ.
integral 1 to 2 y square dy 7/3 x barന്റെ equation 1 by area double single integral 1 to 2 half y square dy ഇവിടെ y bar അത് രണ്ടും കണ്ടുപിടിക്കുക. അപ്പോൾ അങ്ങനെ അത് ചെയ്യണം. ഇനി തിയറം ഓഫ് പാപ്പസ്. രണ്ട് തിയറങ്ങളുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത് ഒരു തിയറമാണ്, തിയറം ഓഫ് പാപ്പസ്. ഇഫ് R is a bounded plane region and L is a line that lies in the plane of R such that R is entirely on one side of L, then the volume equal area of R into distance travelled by the centroid. Area into distance. ഇപ്പോൾ പാപ്പസ് ഏരിയ വെച്ചിട്ട് പ്രോബ്ലവും ചോദിക്കാം. അപ്പോൾ എക്സസൈസിലെ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കണം, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചെയ്ത് നോക്കണം. പിന്നെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. മാസ് കണ്ടുപിടിക്കുക, സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുക. അപ്പോൾ സെൻറ്റർ ഓഫ് മാസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയായിരുന്നു? ആ പേജിന് ലാസ്റ്റിലാണ് നമ്മൾ തുടങ്ങിയത്. അവിടെ നമ്മൾ പറഞ്ഞു എന്ത്, ആ മൊമെൻറ്റിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി, സെൻട്രോയിഡ്സ്, അവിടെ നമ്മൾ ലാമിന, ഹോമോജീനിയസ്, അതിൻ്റെ മാസ് കാണാൻ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കാണാൻ ഒക്കെ നമ്മൾ കണ്ടു. ഇതിനു മുമ്പുള്ള ഇതിനകത്ത് വർക്കിനെ കുറിച്ച് കണ്ടു. അപ്പോൾ ഇതെല്ലാം മനസ്സിലാക്കി പഠിക്കുക. ക്വസ്റ്റ്യൻസ് ചോദിച്ചാൽ എഴുതാം.